मर जाऊंगी लेकिन बीफ नहीं खाऊंगी। പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മള് പടച്ച തമ്പുരാന്റെ ഓഫറായ പുണ്യങ്ങൾ പൂത്തിറങ്ങുന്ന പുണ്യ റമദാനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ്. അതിനിടയിലാണ് ഞാൻ യാദൃശികമായിട്ട് ഒരു വീഡിയോ കാണാനിടയായത്. അതിനെക്കുറിച്ച് 2 വാക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നിങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഞാൻ പിന്നെ കേരള സ്റ്റോറി എന്താണ് കേരള സ്റ്റോറി കേരളത്തിലുള്ളവർക്ക് അറിയാം. കേരള സ്റ്റോറിന്റെ ഒരു സീസൺ 2 അത് കാണാനിടയായി. മനസ്സിന് വലിയ നോവായി കണ്ടപ്പോൾ. നമ്മളെ നാടുകളില്, നമ്മളെ കേരളത്തിൽ, ഈ മലയാളത്തിന്റെ പച്ചമണ്ണില് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഹിന്ദി സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന ഒത്തിരി ആളുകളോട് പതിറ്റാണ്ടുകളും 2, 3, 4 പതിറ്റാണ്ടുകളോട് ജീവിച്ച് അവർ തൊഴിലെടുക്കുന്നു. അവർക്കറിയാം കേരളം എന്തെന്ന്. അവരുടെ നാട്ടിൽ പോയാൽ അവർക്ക് കേരളം എന്തെന്ന് അറിയാം. ഇതറിയാത്ത, കേരളത്തിലേക്ക് വരാത്ത ആളുകൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്ക് വരാത്ത ആളുകൾ ഇതുപോലത്തെ വീഡിയോകള്, ട്രെയിലറുകള് കണ്ടാല് കേരളത്തിന്റെ, അവരുടെ മുഖത്തിൽ, അവരുടെ മനസ്സിലുള്ള ചിത്രം കേരളത്തിന്റെ ഇതായി. ഇവിടെ കേരളത്തില് ഒരു അമ്മിണിയമ്മ ഒരു ഓണത്തിന് ഒരു പായസം വെച്ചാല് അടുത്ത വീട്ടിൽ ആയിഷുമ്മക്ക് ജനൽ തുറന്നുകൊണ്ട് പായസം കൊടുക്കുന്ന, പെരുന്നാളിന് ഈ ആയിഷുമ്മ പെരുന്നാളിൽ ബിരിയാണി വെച്ചാൽ അമ്മിണി ജനൽ തുറക്കുന്ന ഈ ഒരു കേരള സ്റ്റോറി ഇതവർക്കറിയില്ല. അവർ കേൾക്കുന്ന, അപ്പൊ ഇവിടെ തൊഴിലിന് വരുന്ന, നമ്മൾ ഓമനിച്ചുകൊണ്ട് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അവർക്ക് കേരളത്തെ കുറിച്ച് അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലേക്ക് വരാതെ, കേരളത്തിൽ താമസിക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക്, ആളുകൾക്ക് ഈ കേരള സ്റ്റോറി എന്ന ഇതിന് വേരോടുന്നത് കേരളത്തിലല്ല, ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലാണ്. അവർ കാണുന്ന കേരള സ്റ്റോറി എന്തായിരിക്കും? അവരുടെ ഭാവനയിൽ കേരളത്തിലെ ആളുകളുടെ ചിത്രം ഇതാണ്. ഈ വായ പൊത്തിപ്പിടിച്ചു. ഇതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ അവിടെ പോയാൽ അക്രമം വരുന്നതും, പച്ചക്ക് റോട്ടിലിട്ട് തല്ലുന്നതും, ബീഫ് കഴിക്കുന്നതും, അഖലാക്കുമാരും ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്? ഇത്രയും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് പേപ്പറിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ്. കേരള സ്റ്റോറി എന്താണ് കേരള സ്റ്റോറി? കേരളത്തിൽ ജോലിക്ക് വന്നവരോ സർക്കാർ ഉദ്യോഗസ്ഥരോ പുറത്തു പോയവരോ കേരളത്തെ കുറിച്ച് എന്താണ് അവരുടെ ചിത്രം? എങ്ങനെയാണ് ഈ കേരള സ്റ്റോറി? ഇങ്ങനത്തെ സംവിധായകരെ എങ്ങനെയാണ് ഇങ്ങനത്തെ ട്രെയിലർ റിലീസിന് അനുമതി കൊടുക്കുന്നത്? അതുകൊണ്ട് ഏത് പ്ലാറ്റ്ഫോമിലൂടെ ആയാലും, എഴുത്തിലൂടെ ആയാലും, വായനയിലൂടെ ആയാലും, വരികളിലൂടെ ആയാലും, പ്രബന്ധങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും, അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ആയാലും കടുത്ത പ്രതിഷേധം, നമ്മുടെ അമർഷം രേഖപ്പെടുത്തിയേ പറ്റൂ. ഈ പുണ്യ റമദാനിന്റെ ആദ്യത്തെ രാവിലെ ഞാൻ റമദാനിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. അതിന്റെ ഇടയിലാണ്, വാസ്തവം പറഞ്ഞാൽ ഇന്നത്തെ ഈ രാത്രി ഞാൻ തറാവി കഴിഞ്ഞ് വന്നിട്ട് മൊബൈൽ നോക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത്, ഈ ട്രെയിലറിനെ കുറിച്ചുള്ളത്. അപ്പൊ ആ സ്പോട്ട് നിങ്ങളെ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്താണ് കേരള സ്റ്റോറി? ഈ ചിത്രമാണ് കേരളത്തിലെ പുറത്തുള്ള ആളുകൾ കാണുന്നത്. ഇതാണ് കേരളത്തിലുള്ള ആളുകൾ അവരുടെ ഈ നക്കാബ് ഇതിട്ട് ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അവരുടെ ധാരണയിൽ ഇതാണ് ഒരു വർഗീയ വിഷം. ഇസ്ലാം എന്നൊരു വർഗീയ വിഷം കുത്തി നിറക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നിഗൂഢമായ ഒരു അജണ്ട. ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ ആ ഒരു വർഗീയ വിഷം കുത്തി നിറക്കാൻ? SIR രൂപത്തിലൂടെ ആയാലും, മുസ്ലിംസിന്റെ വോട്ട് കട്ടിങ് ചെയ്തുകൊണ്ട് ആ രൂപത്തിലായാലും. ഈ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സിനിമ, അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? കേരളത്തിലല്ലാത്ത രാജ്യങ്ങളില്, കേരളത്തിലേക്ക് വരാത്ത ആളുകൾ എന്താണ് കേരളത്തിനെ കുറിച്ചുള്ള അവരുടെ മുഖചിത്രം? ഇത്തരം വീഡിയോസ് കണ്ടാൽ, ഇത്തരം ട്രെയിലറുകൾ കണ്ടാൽ എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു? എന്തുകൊണ്ട് ഇത് നിയമപീഠത്തിലേക്ക് എത്തുന്നില്ല ഇതിന്റെ പരാതികളൊന്നും? കേരളത്തിൽ വില പോയില്ല. കേരളത്തിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആളുകൾ അമർഷവും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ ഞാൻ കുറെ കണ്ടു കേരളത്തിൽ. പക്ഷേ കേരളത്തിലല്ലാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവരുടെ ഭാഷയിൽ ഇങ്ങനത്തെ കേരള സ്റ്റോറി അവർ എതിർക്കുവോ? മുസ്ലിംസും എതിർക്കില്ല. അവരൊക്കെ കാണുന്ന ചിത്രം ഇതാണ് കേരള സ്റ്റോറി. വാട്ട് യു ഹാവ്? എങ്ങനെയാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം, നമ്മൾ ഏത് രൂപത്തിലെയും ഇതിന് കടുത്ത അമർഷവും പ്രതിഷേധം രേഖപ്പെടുത്തുക നിർബന്ധമാണ്, അത്യാവശ്യ ഘട്ടമാണ്. സീസൺ 2 ഒരിക്കലും ഓടാൻ പാടില്ല.
കേരള സ്റ്റോറി ഇതല്ല. ഓക്കെ, ഗുഡ് ബൈ. അനീഫ് കട്ടുപാറ.